ആരോടും പറയാൻ കഴിയാത്ത ചില വേദനകൾ ഉള്ളിലൊതുക്കി ഇന്ന് പകൽ വചനം കേൾക്കുന്ന നീറുന്ന ഹൃദയങ്ങളോട് ദൈവം പറയുന്നു, വേഗത്തിൽ വിശുദ്ധ വേദപുസ്തകം തുറക്കുക. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ഈ പുസ്തകം നമ്മെ പണിയുന്ന പുസ്തകമാണ്. വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന പുസ്തകം. ജീവിതത്തിൽ കടന്നു വന്ന കഠിന ശോധനയുടെ നടുവിൽ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കിടന്നവനോട് നിനക്ക് ദീർഘദൂര യാത്രയുണ്ടെന്ന് പറഞ്ഞ് തട്ടി ഉണർത്തിയ പുസ്തകം. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് പകൽ നിങ്ങൾക്കൊരു തണുപ്പ് ആവശ്യമാണ്. ഈ ഭാരം നിങ്ങൾക്ക് ചുമക്കാവുന്നതിലും അപ്പുറമാണ്. നിങ്ങളിത് വേഗത്തിൽ ഇറക്കി വയ്ക്കണം. യഹോവയുടെ വചനം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഇന്ന് പകൽ നിങ്ങൾക്കൊരു തണുപ്പ് ആവശ്യമാണ്. എത്ര നേരം നിങ്ങളിത് ചുമന്നുകൊണ്ട് നടക്കും? ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ, അത് യേശുവാണ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരുവൻ, അത് യേശുവാണ്. നിങ്ങൾക്ക് ഇന്ന് പകലൊരു ആശ്വാസം ആവശ്യമാണ്. നിങ്ങൾ വേഗത്തിൽ വചനം തുറക്കുക. നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ വചനങ്ങളിലൂടെ ഒന്ന് കടന്ന് സഞ്ചരിക്കുക. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവയുടെ വചനം തികവുള്ളത്. ഇത് പെർഫെക്റ്റ് വേർഡ് ഓഫ് ഗോഡാണ്. ഇത് നിലത്ത് ഉലയിലുരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലത്തെ വചനമാണ്. ഇത് കുറവ് തീർത്ത് പണിയുന്ന വചനമാണ്. കുറവുള്ളവനെ ശക്തി കൊണ്ട് അരമുറുക്കി വഴിയിലെ കുറവുകളെ പരിഹരിച്ച് തികവുള്ള വഴിയിലേക്ക് നടത്തുന്ന വചനം. ഇന്ന് പകൽ നിങ്ങൾക്കൊരു തണുപ്പ് ആവശ്യമാണ്. യഹോവയുടെ വചനം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിഷയം അത് എത്ര വലുതായിരുന്നാലും, ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നാലും, നിങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുപോവാ. വചനത്തിൽ ആശ്രയിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. യേശു യായിറൂസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ പ്രശ്നം എന്തായിരുന്നോ? അവർക്കൊരു മകളുണ്ട്, അവൾക്ക് ദീനം വന്ന് കിടക്കുകയായിരുന്നു. യേശു വന്ന് കയറുമ്പോൾ അവൾ മരിച്ചുപോയി. അതായിരുന്നു അവളുടെ പ്രശ്നം. ഈ പുസ്തകം എന്താണ് പറയുന്നതെന്ന് അറിയാമോ? യേശു അതൊന്നും കാര്യമാക്കാതെ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ ലോകത്തിൽ ആർക്കാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷ നൽകാൻ കഴിയുന്നത്? 4 ദിവസമായി നാറ്റം വെച്ച് ബഥാനിയയിലേക്ക് യേശു വന്നപ്പോൾ ആ നാറ്റം വെച്ച ശരീരത്തിന് ഇനിയൊരു ജീവൻ ഉണ്ടാകുമെന്ന്, ആ വീടൊരു വിരുന്ന് വീടാകുമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരുവന് മാത്രമേ കഴിഞ്ഞുള്ളൂ, അത് യേശുവിനാണ്. നിങ്ങൾ വേഗത്തിൽ ഈ പുസ്തകം തുറക്കണം. നിങ്ങളുടെ വിഷയത്തെ കയറി തൊടുവാൻ, നിങ്ങളെ ഒന്ന് തണുപ്പിക്കുവാൻ, നിങ്ങൾക്കൊരാശ്വാസം തരാൻ ഇന്ന് പകൽ വചനത്തിന് ശക്തിയുണ്ട്. വചനത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.